ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഉള്ളാൾ ദർഗയിലേക്കാണ്. നമ്മൾ മംഗലാപുരത്ത് നിന്ന് വരുമ്പോൾ ഇവിടെയാണ് ബസ് ഇറങ്ങിയത്. ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇതാണ് ഉള്ളാൾ ദർഗയുടെ കവാടം. ഇവിടെ അടുത്ത ഭാഗത്ത് ചെറിയൊരു പള്ളിയുണ്ട്. ഇതാണ് ഉള്ളാൾ ജുമാ മസ്ജിദും അതിനോട് ചേർന്ന് തന്നെ മദനി തങ്ങളുടെ മക്കാമും. ഇപ്പുറത്തെ ഭാഗത്ത് അറബിക് കോളേജ് ഉണ്ട്. മുൻവശത്ത് തന്നെ ഒരു വലിയൊരു കുളവും കാണുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ ദർഗയാണ് കാണുന്നത്. നമുക്ക് വുളുവെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം, പള്ളീൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പള്ളീൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കിണർ കാണുന്നുണ്ട്, കുഴൽക്കിണർ പോലത്തെ. ഇവിടെ ധാരാളം പൂട്ടുകളെല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കിണറ്റിൻ്റെ ഉള്ളിൽ പൈസയെല്ലാം ഉണ്ട്, പൈസയെല്ലാം ഇടുന്നുണ്ട്. ഇതാണ് പള്ളീൻ്റെ ഉൾവശം. ഇതാണ് സയ്യിദ് മദനി തങ്ങളുടെ മക്ബറ. ഇവിടെ 5 കൊല്ലം കൂടുമ്പോഴാണ് ഉറൂസ് നടക്കുന്നത്. ഈ പള്ളിക്ക് പുറത്തായിട്ട് വേറൊരു മക്ബറയും കൂടിയുണ്ട് ഇവിടെ. ഷെയ്ഖ് മുഹീദ്ദീൻ ബാവ റളിയല്ലാഹുവിൻ്റെ മക്ബറയായിരുന്നു. ഇവിടെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ. പള്ളിക്ക് പുറത്തും വലിയൊരു കിണർ കാണുന്നുണ്ട്. അവിടെയും പൈസയെല്ലാം ഇടുന്നുണ്ട് ആൾക്കാരെല്ലാം. കേരളത്തിൽ നിന്ന് വരുന്ന കൂട്ടർക്ക് മംഗലാപുരം ഇറങ്ങിയാൽ, ട്രെയിനിൽ മംഗലാപുരം ഇറങ്ങിയാൽ അവിടുന്ന് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട് ഉള്ളാളത്തേക്ക്. ഉള്ളാളം റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനിനെ സ്റ്റോപ്പുള്ളൂ. കേരളത്തിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് രാവിലെ വന്നാൽ രാത്രിയാകുമ്പോൾ വീട്ടിലെത്താം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.